മനുഷ്യന് കൈ കൊടുക്കാതെ കാണാത്ത ദൈവത്തെ കൈ തൊടണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഏകദേശം കേരളം അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും കേരളത്തിലെ കാര്യം അറിയില്ല. നല്ല റായ്പൂര് കുറെ ക്രിസ്മസ് അപ്പൂപ്പന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് ജീവനുള്ള അപ്പൂപ്പന്മാർക്കല്ല, ജീവനില്ലാത്ത അപ്പൂപ്പന്മാർക്കാണ് കൂടുതൽ കിട്ടിയത്. പാലക്കാട് കിട്ടിയിട്ടുണ്ട്. അത് കുട്ടികളെ എറണാകുളത്തോട്ട് എത്തിയിട്ടില്ല. അതെ, എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ശരിക്കും ശ്രദ്ധിച്ച് കണ്ടൊക്കെ നടക്കുക. ഈ കലോത്സംഗത്തിന്റെ ഒപ്പം ഒന്നും പോവാതിരിക്കുക, ശ്രദ്ധിക്കുക. ഇവിടുന്നാണ് ഇരട്ടത്ത് കൂമ്പിലടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെയായിരുന്നു കണ്ടല്ലേ മാധ്യമൊന്നും പറയാൻ പോലും പറ്റില്ല. നമുക്ക് ഇടി കിട്ടിയിട്ടുണ്ടോ പറഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴും നമുക്ക് പറഞ്ഞാൽ ഒരു സിനിമ ഇപ്പൊ ഒരു എല്ലാത്തിനും സുപ്പീരിയർ വന്ന അധികാരമാണ്, പവറാണ് പറയുന്നത്. പവർ ഉള്ളവൻ എന്തു ആകാം, ഞാനാണ് അധികാരത്തിൽ എന്തു ആകാം എന്നൊരിത്. നേരത്തെ സിനിമ എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനും അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. ഇന്നത് തെറ്റെന്ന് പറഞ്ഞാൽ പോലും എന്റെ ജീവന ആപത്താണ് അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്ക് ആപത്താണ് എന്നൊരു ലെവലിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവർ പറയാൻ പോലും മടിക്കുകയാണ്. ഒരു ചോദ്യത്തിനകത്ത് 10 ചോദ്യം വെക്കലാണ്. എനിക്ക് എല്ലാം കൂടി പ്രോസസ് ചെയ്ത് കിട്ടുന്നില്ല. റോണി ചേട്ടന്റെ പെർസ്പെക്റ്റീവില് ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഈ സിനിമയിൽ എടുത്തു ഇത്ര ഫൈറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോഴും അതിനകത്ത് ചില സീനുകളുണ്ട്, അല്ലെങ്കിൽ രാഗയുടെ ഇത് എടുത്ത് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ അവരെ കാണിച്ചിട്ടുണ്ട്, അവരുടെ എന്താണെന്ന് കാണിക്കുകയാണ്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ഇത് എത്തിച്ചിട്ടും ഇങ്ങനെയാണ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്നലെ പടം ഇറങ്ങിയിട്ടല്ലേ ഇപ്പൊ എക്സെപ്റ്റ് ചെയ്തതിൽ ഇപ്പൊ ഓരോ തിയേറ്ററിലും 4 ഷോ വെച്ചിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ കഴിഞ്ഞ ഷോസ് ഒക്കെ വളരെ പോസിറ്റീവാണ്. ഇതിനിപ്പോ ഈ പറഞ്ഞ തന്നെ ഈ വീക്കെൻഡിലോട്ട് എത്തുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തി. ആ പടത്തിനകത്ത് ഒരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട്. ഒരാൾ കഥ എഴുതുന്നു, എൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നു, അതിനുശേഷം പല പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ കൂടി ചേർന്ന് അതിനെ എന്താ പറയുക ഒരു ടീമായി മാറി അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ എത്തിക്കുമ്പോഴേക്കും എത്രയോ വിഭാഗം ആൾക്കാർ വർക്ക് ചെയ്തു. അത് എടുക്കുന്നത് പിന്നെ പ്രേക്ഷകൻ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും അവൻ്റെ വിവേചന ബുദ്ധിയും അവൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവൻ്റെ എന്താ പറയുക ഒരു പുള്ളിയാണ് ഡിസൈഡ് ചെയ്യണം ആ പടം ഇഷ്ടപ്പെടുന്നത്. നമ്മളിങ്ങനെ കണ്ടപ്പോൾ അവിടെ കണ്ടിട്ടുള്ളതിൽ ഏകദേശം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പേരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. നീ സിനിമ കണ്ടു? നീ ഇത്രയും ചോദ്യം ചോദിച്ചിട്ട് അവസാനം സിനിമ കണ്ടില്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നല്ല കാര്യം. നീ സിനിമ കണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ കിടക്കല്ലേ, അടുത്ത വർഷം നിയമസഭയുണ്ട്, പിന്നെ മുമ്പോട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമല്ലേ. എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും കുറെ കൂടി അപ്പൂപ്പന്മാർക്ക് ക്രിസ്മസ് അപ്പൂപ്പന്മാർക്കും പപ്പാത്തിക്കും കിട്ടും. അത് എനിക്ക് ഉറപ്പാണ് ഈ പോക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെയൊക്കെ നമ്മൾ ഗോവ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ട് രാത്രി കുർബാനയ്ക്ക് പോയി നല്ല ഇടി കിട്ടും. അതെനിക്ക് ഉറപ്പായി. ഇവിടെ കേരളത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാസർഗോഡ് ട്രിവാൻഡ്രം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ നടക്കുക. അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട്. എന്തോ ചോദിക്കാൻ വരുന്ന പോലെ തോന്നുന്നു. പിന്നെ ഇതിനൊക്കെ വലിയ വിമർശനം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ലെജൻഡാണ് ഇപ്പൊ നമുക്ക് പോയത്. ശ്രീനേട്ടൻ ഇപ്പൊ ഇവിടെയുള്ള എല്ലാ പാർട്ടികളെയും അടച്ചാക്ഷേപിച്ച് ചെയ്തൊരു സിനിമയാണ് സന്ദേശം. 32 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതിന്റെ ട്രോളുകളാണ് പല മീഡിയക്കാരും അതെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇന്നായിരുന്നു പടം ഇറങ്ങിയെന്നുണ്ടെങ്കിൽ എവിടൊക്കെ എത്ര കട്ട്, ഏതൊക്കെ റീലുകൾ എങ്ങനെയൊക്കെ ആയിരുന്നേ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. സാറിനെ ഞാൻ അമ്പലത്തിൽ കണ്ടു എന്ന് ശ്രീനിയേട്ടൻ ശങ്കരാടി ചേട്ടനോട് ചോദിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കും. ഇന്നൊക്കെ ആണെങ്കിൽ എന്തായിരുന്നു അല്ലേ?